കഴിഞ്ഞ ക്ലാസ്സിൽ ഗ്ലാസ് വെയേഴ്സ് ലബോറട്ടറിയിൽ യൂസ് ചെയ്യുന്ന ഗ്ലാസ് വെയേഴ്സിനെ കുറിച്ച് പറഞ്ഞിട്ടുണ്ടായിരുന്നു. ദെൻ ഗ്ലാസ് വെയർ ക്ലീനിങ്. അപ്പം നമ്മൾ ഇതിന് 10 മാർക്കാണ്. നമ്മൾ അത്രയും ഡീപ്പായിട്ട് പഠിക്കേണ്ട, ഇമ്പോർട്ടൻറ്റ് പോയിന്റ്സ് മാത്രം പഠിച്ചു പോയാൽ മതി. ഗ്ലാസ് വെയർ ക്ലീനിങ് എന്ന് പറയുമ്പോൾ യൂസ് ചെയ്യുന്ന എന്തൊക്കെ സൊല്യൂഷൻസ് ആണ് നമ്മൾ ഗ്ലാസ് വെയർ ക്ലീനിങ്ങിന് യൂസ് ചെയ്യാറുള്ളത്? എസ്പെഷ്യലി നമ്മൾ ഡിസിൻഫെക്റ്റൻസ് ആണ് ഗ്ലാസ് വെയർ ക്ലീനിങ്ങിന് യൂസ് ചെയ്യുന്നത്. ഡിസിൻഫെക്റ്റൻസ് ആണ് ഗ്ലാസ് വെയർ ക്ലീനിങ്ങിന് യൂസ് ചെയ്യുന്നത്. ഓക്കെ, 3% ലൈസോൾ യൂസ് ചെയ്യും. 3% ലൈസോളാണ് കോമൺലി യൂസ് ചെയ്യുന്നത്. ഡിസിൻഫെക്റ്റൻസ് എന്ന് പറയുന്നത് നമ്മൾ മെയിൻലി സ്റ്റെറിലൻസ് എന്ന് പറയുമ്പോൾ നമ്മൾ കംപ്ലീറ്റ്ലി അതിനകത്തുള്ള ജേംസ്, സ്പോർട്സ് ഇതിനെല്ലാം തന്നെ കില്ല് ചെയ്യാൻ വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്നതാണ്. ഡിസിൻഫെക്റ്റൻസ് മീൻസ് നമ്മളവിടെ ബാക്ടീരിയൽ പോപ്പുലേഷൻ അങ്ങനെയൊക്കെ ഉള്ള മൈക്രോബിയൽ പോപ്പുലേഷനെ റിമൂവ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഡിസിൻഫെക്റ്റൻസ് എസ്പെഷ്യലി യൂസ് ചെയ്യുന്നത്. ഡിസിൻഫെക്ഷൻസ് യൂസ് ചെയ്യുമ്പോൾ അവിടെ ഒരു കംപ്ലീറ്റ് ക്ലീനിങ് പ്രോസസ്സ് നടക്കത്തില്ല. ഓക്കെ, മീൻസ് സ്പോർട്സ് ഡെഡ് ആകത്തില്ല. സ്പോർട്സ് ഡെഡല്ല, സ്പോർട്സിന് നമുക്കൊരിക്കലും മാറ്റാൻ പറ്റുകയില്ല. പക്ഷെ ബാക്കിയുള്ളതെല്ലാം തന്നെ നമുക്ക് ക്ലീൻ ചെയ്തെടുക്കാൻ പറ്റും ഡിസിൻഫെക്റ്റൻസ് യൂസ് ചെയ്തിട്ട് ക്ലീൻ ചെയ്യുമ്പോൾ. അപ്പം നമ്മൾ 3% ലൈസോളാണ് കോമൺ ആയിട്ടും ഡിസിൻഫെക്റ്റൻസ് ആയിട്ട് യൂസ് ചെയ്യുന്നത്. Okay, 3% Lysol ആണ് the most important procedure to keep glassware clean and out of infections. പിന്നെ for suspicious tuberculosis use 1% sodium hypochlorite. അപ്പോൾ ട്യൂബർകുലോസിസ് പേഷ്യൻസ് ഒക്കെ ആണ് ഉള്ളിടത്തെങ്കിൽ നമ്മൾ 1% സോഡിയം ഹൈപ്പോക്ലോറേറ്റ് യൂസ് ചെയ്യും. അല്ലെങ്കിൽ നമ്മൾ കോമൺ ആയിട്ടും 3% ലൈസോളാണ് യൂസ് ചെയ്യുന്നത്. ലൈസോളാണ് ഡിസിൻഫെക്റ്റൻ്റ് ആയിട്ട് യൂസ് ചെയ്യുന്നത്. This can also kill the HB virus as well, അല്ലേ? HB വൈറസിനെയും കില്ല് ചെയ്യാൻ വേണ്ടിയിട്ട്, ഹെപ്പറ്റൈറ്റിസ് ബി വൈറസിനെ കില്ല് ചെയ്യാൻ വേണ്ടിയിട്ട് പ്രാപ്തമാണ് ഈ 3% എന്ന് പറയുന്ന ലൈസോൾ എന്ന് പറയുന്നത്. 1% സോഡിയം ഹൈപ്പോക്ലോറേറ്റ് എന്ന് പറയുന്നത്. ഓക്കെ, ഓക്കെ, ഹെപ്പറ്റൈറ്റിസ് ബി വൈറസിനെ കില്ല് ചെയ്യാൻ പ്രാപ്തമാണ്. ദെൻ വേരിയസ് ടൈപ്സ് ഓഫ് ലബോറട്ടറി ഗ്ലാസ് വെയേഴ്സ് ഉണ്ട്, നമ്മൾ നോക്കിയതാണ്. ദെൻ നമ്മൾ യൂസ് ചെയ്യുന്നത് ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് ഗ്ലാസ് വെയേഴ്സ് ഡിഫറെൻറ്റ് എക്സ്പെരിമെൻറ്റ്സ് മീൻസ് ലബോറട്ടറി ആക്ടിവിറ്റീസിന് യൂസ് ചെയ്യും. ലബോറട്ടറി സ്റ്റഡീസിന് ഹെമറ്റോളജിക്ക് ബ്ലഡ് സ്മിയർ സ്ലൈഡ്സും ബ്ലഡ് ടെസ്റ്റ് ട്യൂബും ബ്ലഡ് പ്ലാസ്മ ട്യൂബ്സും യൂസ് ചെയ്യും. ദെൻ ബയോകെമിക്കൽ അനാലിസിസിന് ടെസ്റ്റ് ട്യൂബ്സ്, പിപ്പെറ്റ്സ്, ഫ്ലാസ്ക് യൂസ് ചെയ്യും, അല്ലേ? ടെസ്റ്റ് ട്യൂബ്, പിപ്പെറ്റ്സ്, ഫ്ലാസ്ക് യൂസ് ചെയ്യും. ഓക്കെ, ബ്ലഡ് സ്മിയർ സ്ലൈഡ്സ്, ടെസ്റ്റ് ട്യൂബ്, പ്ലാസ്മ ട്യൂബുകൾ നമ്മൾ എന്തിനു യൂസ് ചെയ്യുമെന്ന് വെച്ചാൽ ഹെമറ്റോളജി സ്റ്റഡിക്ക് യൂസ് ചെയ്യും. ബയോകെമിസ്ട്രിക്ക് ഇതുപോലെ തന്നെ ടെസ്റ്റ് ട്യൂബ് യൂസ് ചെയ്യും. പിപ്പെറ്റ്സ് യൂസ് ചെയ്യും, പിപ്പെറ്റ് ഔട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് പിപ്പെറ്റ്സ് യൂസ് ചെയ്യും. പിന്നെ ഫ്ലാസ്കുകൾ, കോണിക്കൽ ഫ്ലാസ്ക് യൂസ് ചെയ്യും, അല്ലേ? പല സൈസിലുള്ള ബോറോസിൽ ഫ്ലാസ്കുകൾ യൂസ് ചെയ്യും. മൈക്രോബയോളജിക്ക് കൾച്ചർ മീഡിയാസ് യൂസ് ചെയ്യും, അല്ലേ? കോണിക്കൽ ഫ്ലാസ്കിൽ ഡിഫറെൻറ്റ് ടൈപ്പ് ഓഫ് അഗാർ മീഡിയാസ്, പിന്നെ ചോക്ലേറ്റ് മീഡിയ, ഒരുപാട് മാക്കോങ്കിയൊക്കെ ഡിഫറെൻറ്റ് ടൈപ്പ് ഓഫ് മീഡിയാസ് ഉണ്ട്. സോളിഡ് ലിക്വിഡ് മീഡിയാസ് ഉണ്ട്, സെമി സോളിഡ് മീഡിയാസ് ഉണ്ട്. ഇതെല്ലാം തന്നെ യൂസ് ചെയ്യും. പിന്നെ പെട്രി ഡിഷസ് യൂസ് ചെയ്യും, അല്ലേ? പെട്രി ഡിഷസ് യൂസ് ചെയ്യും. ഓക്കെ, പെട്രി ഡിഷസ് യൂസ് ചെയ്യും. സെറോളജിക്ക് ടെസ്റ്റ് ട്യൂബ്സ് യൂസ് ചെയ്യും. സെറോളജി സ്റ്റഡിക്കും ടെസ്റ്റ് ട്യൂബ്സ് യൂസ് ചെയ്യും. ആൻറ്റിസെറ യൂസ് ചെയ്യും. ഓക്കെ, സെറോളജി സ്റ്റഡിക്ക് ടെസ്റ്റ് ട്യൂബ് യൂസ് ചെയ്യും, ആൻറ്റിസെറ യൂസ് ചെയ്യും. ഓക്കെ, ദെൻ മെത്തേഡ്സ് ഓഫ് ക്ലീൻ ദ ഗ്ലാസ് വെയർ നമ്മളിപ്പോൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു.
ഇൻ മോസ്റ്റ് ഓഫ് ദ ബിഗ് ഗ്ലാസ്വെയർ ഈസ് വാഷ്ഡ് ഇൻ 3 സ്റ്റെപ്സ്. അപ്പം നോർമലി വലിയ ലാബുകളിലാണെങ്കിൽ 3 സ്റ്റെപ്പോടെയാണ് ഗ്ലാസ്വെയർ വാഷിംഗ് നടക്കുന്നത്. ഒന്ന് ഓട്ടോമാറ്റിക് വാഷർ കാണും, കാരണം ഓട്ടോമാറ്റിക് വാഷർ മീൻസ് ഒരുപാട് വെള്ളം ഉപയോഗം കുറയ്ക്കും അല്ലെ, വാട്ടർ യൂസേജ് കുറയ്ക്കും. ഫോളോഡ് ബൈ സ്പെഷ്യൽ റിൻസിങ് ആൻഡ് കീപ്പ് ഇൻ ഡ്രയർ അറ്റ് ബിലോ 100°C or rinse the glassware with water miscible organic solvent and then exposing to steam of air or nitrogen അല്ലേ. ഓട്ടോമാറ്റിക് വാഷേഴ്സ് യൂസ് ചെയ്യാറുണ്ട്. ഈ ഓട്ടോമാറ്റിക് വാഷേഴ്സിലും ഇതിന്ന് റിൻസ് ചെയ്ത് എടുത്തത് ഡ്രയറിൽ വെച്ച് ഡ്രൈ ചെയ്യും. അത് 100°C താഴെ ആയിരിക്കും ഡ്രയറിൽ ഡ്രൈ ചെയ്യുന്നത്. എന്നിട്ട് ഏതെങ്കിലും ഒരു ഓർഗാനിക് സോൾവെൻസ്, ഇപ്പോൾ ആൽക്കഹോളോ എത്തനോളോ അങ്ങനെ വരുന്ന ഏതെങ്കിലും ഒരു ഓർഗാനിക് സോൾവെൻസ് കൊണ്ട് നമ്മളത് റിൻസ് ചെയ്യും. ഫൈനൽ സ്റ്റെപ്പ് റിൻസിങ്. അപ്പോൾ ആദ്യം നമ്മൾ ഓട്ടോമാറ്റിക് വാഷറിൽ വാഷ് ചെയ്തെടുക്കും. നമ്മൾ ഡിഷ് വാഷർ ഉണ്ടല്ലോ ഇപ്പം, അതുപോലെ വാഷ് ചെയ്തെടുക്കും. അപ്പോൾ ഒരുപാട് ടൈം കൺസ്യൂം ചെയ്യും, പിന്നെ ലേബർ കൺസ്യൂം ചെയ്യും, അതുപോലെ വാട്ടർ കൺസംഷനും കുറയും. അപ്പോൾ ഇങ്ങനെ വാഷ് ചെയ്തെടുക്കുന്നത് പിന്നെ നമ്മൾ എന്ത് ചെയ്യുമെന്ന് വെച്ചാൽ അത് ഡ്രയറിൽ ഡ്രൈ ചെയ്തെടുക്കും. പിന്നെ എന്ത് ചെയ്യുമെന്ന് വെച്ചാൽ ഹെയർ ഡ്രയറിൽ ഡ്രൈ ചെയ്തിട്ടിട്ട് നമ്മൾ റിൻസ് ചെയ്യും. ഓക്കെ, ഏതെങ്കിലും സോൾവെൻസ് കൊണ്ട് റിൻസ് ചെയ്യും. ദെൻ ഒരു സ്ട്രീം ഓഫ് എയർ നൈട്രജനിൽ പാസ് ചെയ്യും, എയർ അല്ലെങ്കിൽ നൈട്രജനിൽ പാസ് ചെയ്യും. അപ്പോൾ ഇനേർട്ട് ആയതുകൊണ്ട് എല്ലാ ഓർഗാനിസംസും അവിടെ നിന്ന് കംപ്ലീറ്റ് ആയിട്ട് ഡിസ്കാർഡ് ആകും. ദ മോസ്റ്റ് കോമൺലി യൂസ്ഡ് ഫോർ ക്ലീനിങ് ആർ കെമിക്കൽസ് ആണ്. കോമൺ ആയിട്ടും കെമിക്കൽസ് ആണ് യൂസ് ചെയ്യുന്നത്. ഈ പ്രോസസ്സും യൂസ് ചെയ്യാറുണ്ട്, കെമിക്കൽസും യൂസ് ചെയ്യാറുണ്ട്. പ്രധാനമായിട്ടുള്ള മെത്തേഡ്സ് എന്ന് പറയുന്നത് കോമൺ മെത്തേഡ്സ് നോക്കാം. ഗ്ലാസ്വെയർസ് ക്ലീൻ ചെയ്യുന്നതിന് ഡീകണ്ടാമിനേറ്റ് ദ ഗ്ലാസ്വെയർ ബൈ പ്രീ സോക്കിംഗ് ഇൻ 5% ബ്ലീച്ച് ഓർ ബോയിലിംഗ് അല്ലേ. 5% ബ്ലീച്ചിലോ അല്ലെങ്കിൽ ബോയിലിങ്ങിലോ യൂസ് ചെയ്തിട്ട് എന്ത് ചെയ്യണം, ഫസ്റ്റ് ഡീകണ്ടാമിനേറ്റ് ചെയ്യണം. ഡിറ്റർജൻറ്റ് ഓർ ക്ലീനിങ് പൗഡർ യൂസ് ചെയ്യണം അതിൽ. ദെൻ ഓട്ടോക്ലേവ് ഇൻ ഓൾട്ടർനേറ്റ് മെത്തേഡ്. ദ ഗ്ലാസ്വെയർ ഈസ് സോക്ഡ് ഇൻ വാട്ടർ ആഫ്റ്റർ യൂസ് ആൻഡ് keep in detergent solution overnight, then rinse with the tap water and rinse with the deionized water. നോർമലി നമ്മൾ മോസ്റ്റ് കോമൺ ആയിട്ടും ഡീകണ്ടാമിനേറ്റ് ചെയ്യുന്നത് 5% ബ്ലീച്ച് സൊല്യൂഷനിൽ നമ്മളത് ബോയിൽ ചെയ്യിക്കുകയോ ബ്ലീച്ച് സൊല്യൂഷനിൽ ഓവർനൈറ്റ് ഇട്ട് വെക്കും. എന്നിട്ട് പിറ്റേ ദിവസം എടുത്ത് ഗ്ലാസ് എന്ത് ചെയ്യും, നമ്മൾ ഫ്രഷ് വാട്ടറിൽ സോക്കും, ടാപ്പ് വാട്ടറിൽ കഴുകും. പിന്നെ ഡിറ്റർജൻറ്റ് സൊല്യൂഷൻ ഇട്ട് വെച്ചിരിക്കുക ഒരു ദിവസം ഫുള്ളും. പിറ്റേന്ന് എടുത്ത് നമ്മൾ നന്നായിട്ട് ടാപ്പ് വാട്ടറിൽ റിൻസ് ചെയ്യും. എന്നിട്ട് ഡീഅയണൈസ്ഡ് വാട്ടർ കൊണ്ട്, അതായത് ഡീഅയണൈസ്ഡ് ഡിസ്റ്റിൽഡ് വാട്ടർ കൊണ്ട് ജസ്റ്റ് ഒന്ന് റിൻസ് ചെയ്യും. Disinfectants are chlorine releasing chemicals where chlorine is active against gram positive and gram negative bacteria. അപ്പം നമ്മൾ നോർമലി ഡിസിൻഫെക്റ്റൻസ് ആയിട്ട് യൂസ് ചെയ്യുന്നത് 1% ക്ലോറിനൊക്കെയാണ് അല്ലേ. നമ്മൾ നമ്മുടെ വീട്ടിലെ കിണറ്റിലൊക്കെ ഉപയോഗിക്കാൻ എടുക്കുന്ന 1% ക്ലോറിനാണ്. അപ്പോൾ ക്ലോറിൻ ഉള്ള കെമിക്കൽസ് ആണ് നമ്മൾ കൂടുതലായിട്ടും ഡിസിൻഫെക്റ്റൻസ് ആണ് ഇവിടെയും ഉപയോഗിക്കുന്നത്. കാരണം ക്ലോറിന് ഒരു ആക്റ്റീവ് ഡിസിൻഫെക്റ്റൻ്റ് ഏജൻ്റ് ആണ്. ക്ലോറിൻ ഗ്രാം നെഗറ്റീവ് ആൻഡ് പോസിറ്റീവ് ബാക്ടീരിയക്കെതിരെ ഒരുപോലെ പ്രവർത്തിക്കും, ഇൻക്ലൂഡിങ് HIV ആൻഡ് HB വൈറസ് അല്ലേ. HIV-ക്കും HB വൈറസിനെതിരെ എഫക്റ്റീവായിട്ട് പ്രവർത്തിക്കുന്ന ഒന്നാണ് ക്ലോറിൻ കണ്ടെയ്നിങ് ആയിട്ടുള്ള ഡിസിൻഫെക്റ്റൻസ്. ഹൈപ്പോക്ലോറേറ്റ് നമ്മളിപ്പോൾ പഠിച്ചായിരുന്നു. ബ്ലീച്ച് സൊല്യൂഷനാണ് ഹൈപ്പോക്ലോറേറ്റ് എന്ന് പറയുന്ന ഒരു സൊല്യൂഷനാണ് ഹൈപ്പോക്ലോറേറ്റ്. ഡൊമസ്റ്റിക് ആൻഡ് ലോണ്ട്രിക്ക് യൂസ് ചെയ്യുന്നതാണ്. ദെൻ ആൽഡിഹൈഡ്സ് ആർ ഫോർമാൽഡിഹൈഡ് ആൻഡ് ഗ്ലൂട്ടറാൾഡിഹൈഡ്. ആൽഡിഹൈഡ് സൊല്യൂഷൻ വരുന്നത് ഫോർമാൽഡിഹൈഡ് സൊല്യൂഷൻ അല്ലെങ്കിൽ ഗ്ലൂട്ടറാൾഡിഹൈഡ് സൊല്യൂഷൻ നോക്കും. ഇത് രണ്ടും കെമിക്കൽ ഡിസിൻഫെക്റ്റൻസ് ആണ്. ക്വസ്റ്റ്യൻ ചോദിക്കും വിച്ച് അമംഗ് ദ ഫോളോയിങ് ആർ ദ കെമിക്കൽ ഡിസിൻഫെക്റ്റൻസ്. ഇതിൽ ഫോർമാൽഡിഹൈഡ് 70% അല്ലെങ്കിൽ 80% ഇത്ര പെർസെൻറ്റേജ് കാണും, അല്ലെങ്കിൽ 20% കാണും, അല്ലെങ്കിൽ 0.03% കാണും. ഗ്ലൂട്ടറാൾഡിഹൈഡ് കാണും ഒരു പെർസെൻറ്റേജ്. ദെൻ ആൽക്കഹോൾസ് യൂസ് ചെയ്യാറുണ്ട്. എത്തനോൾ ഓർ പ്രൊപ്പനോൾ 70 or 80% യൂസ് ചെയ്യാറുണ്ട്. ഫീനോൾസ് ലൈക്ക് ഹൈക്കോളിൻ, ക്ലിയർ സോൾ, സ്റ്റെറിസോൾ ആൻഡ് പ്രിൻഡോൾ ഇതെല്ലാം തന്നെ ഫീനോളിക് കോമ്പൗണ്ട്സ് ആണ്. ഇതെല്ലാം തന്നെ കെമിക്കൽ ഡിസിൻഫെക്റ്റൻസ് ആയിട്ട് യൂസ് ചെയ്യുന്നതാണ്. ഓക്കെ, കെമിക്കൽ ഡിസിൻഫെക്റ്റൻസ് ആയിട്ട് നമ്മുടെ ലാബിൽ യൂസ് ചെയ്യുന്നതാണ്. പുതിയ ഗ്ലാസ് വെയേഴ്സ് ആണെങ്കിൽ ഇപ്പോൾ നമ്മൾ ഓൾഡ് ഗ്ലാസ് വെയേഴ്സ് നമ്മൾ യൂസ് ചെയ്തതാണ് ഈ ടെക്നിക്സ് എല്ലാം തന്നെ ഉപയോഗിക്കുന്നത്. ഇൻ കേസ് അത് പുതിയ ഗ്ലാസ് വെയർ ആണെങ്കിൽ ബോയിൽ ദ ഗ്ലാസ് വെയർ ഇൻ ഡിറ്റർജൻറ്റ് സൊല്യൂഷനിൽ ബോയിൽ ചെയ്യണം. ഓക്കെ, വിച്ച് വിൽ കോസ് ദ ലൈസസ് ഓഫ് ഓർഗാനിസം. അപ്പോൾ അതിനകത്ത് നേരത്തെ ഉണ്ടായിരുന്ന ഓർഗാനിസംസോ അല്ലെങ്കിൽ അതിൻ്റെ സ്പോർട്സ് എല്ലാം കാണും, മുട്ട എന്തെങ്കിലുമൊക്കെ കാണും. നമ്മൾ ഈ ഡിറ്റർജൻറ്റ് സൊല്യൂഷനിൽ നന്നായിട്ട് ബോയിൽ ചെയ്യുമ്പോൾ ഇതെല്ലാം തന്നെ സ്വാഭാവികമായിട്ടും നശിച്ചു പോകും. ദെൻ കൂൾ ആൻഡ് അഗെയിൻ വാഷ് thoroughly in tap water and followed by distilled water. ദെൻ കൂൾ ചെയ്യണം, പിന്നെ എന്ത് ചെയ്യണം, ഡിസ്റ്റിൽഡ് വാട്ടർ കൊണ്ട് റിൻസ് ചെയ്യണം, പിന്നെ ഡ്രൈ ചെയ്തെടുക്കണം. ഡ്രൈ ഇൻ ഹോട്ട് എയർ ഓവൻ, sterilize by autoclave at 50 lbs for 20 minutes.
അല്ലേ. ദെൻ എന്താണ് ഹോട്ട് എയർ ഓവനിൽ ഡ്രൈ ആക്കണം, സ്റ്റെറിലൈസ് ചെയ്യണം ഓട്ടോക്ലേവിൽ 15 LBSലോ അല്ലെങ്കിൽ 20 മിനിറ്റ്സിൽ 15 LBSൽ പ്രഷറിൽ നമ്മൾ എന്ത് ചെയ്യണം, ഓട്ടോക്ലേവിൽ അതിനെ സ്റ്റെറിലൈസ് ചെയ്തെടുക്കണം. അപ്പോൾ ന്യൂ ഗ്ലാസ് വെയേഴ്സ് ആണെങ്കിൽ, ഓൾഡ് ഗ്ലാസ് വെയേഴ്സ് ആണെങ്കിൽ നമ്മൾ കുറേ ടെക്നിക്സ്, കുറേ ഡിസിൻഫെക്റ്റൻസ് ഒക്കെ പറഞ്ഞായിരുന്നു. ഇനി ഓൾഡ് ഗ്ലാസ് വെയേഴ്സ് ആണെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം എന്ന് വെച്ചാൽ ആദ്യം കൊണ്ടുവന്നിട്ട് നേരത്തെ പറഞ്ഞതുപോലെ തന്നെയാണ് ഡിറ്റർജൻറ്റ് സൊല്യൂഷനിൽ സോക്ക് ചെയ്ത് വെക്കണം, ബോയിൽ ചെയ്യിക്കണം. എന്നിട്ട് എന്ത് ചെയ്യണം എന്ന് വെച്ചാൽ അതിനെ ടാപ്പ് വാട്ടറിൽ റിൻസ് ചെയ്യിക്കണം, പിന്നെ ഡിസ്റ്റിൽഡ് വാട്ടറിൽ റിൻസ് ചെയ്യണം, പിന്നെ ഹോട്ട് എയർ ഓവനിൽ ഉണക്കണം, പിന്നെ എന്ത് ചെയ്യണം, ഓട്ടോക്ലേവ് ചെയ്യണം. ഓക്കെ. ഇൻ കേസ് ഓഫ് ഹാൻഡ് വാഷിംഗ് ആണ് നമ്മൾ ചെയ്യുന്നതെങ്കിൽ ദ ഡിറ്റർജൻസ് മസ്റ്റ് ബി നോൺ അയോണിക് ആണ്, മെറ്റൽ ഫ്രീ ആണ്, നോട്ട് ഹൈലി ആൽക്കലൈൻ. ഓക്കെ. നമ്മൾ ഹാൻഡ് വാഷിങ്ങിന് യൂസ് ചെയ്യുന്ന ഡിറ്റർജൻസ് മീൻസ് നോൺ അയോണിക് ആയിരിക്കണം, മീൻസ് അയോൺസ് ഒന്നും പ്രൊഡ്യൂസ് ചെയ്യാൻ പാടില്ല, മെറ്റൽ ഇല്ലാത്തതായിരിക്കണം, നോട്ട് ഹൈലി ആൽക്കലൈൻ ആയിരിക്കരുത്, ഒരു ന്യൂട്രൽ, ഏകദേശം ഒരു ന്യൂട്രൽ വരുന്നതായിരിക്കണം. ഓൾസോ എൻഷുർ ഓഡിക്കൽ റിൻസിങ്, അല്ലേ, ഓഡിക്കൽ റിൻസിങ് എൻഷുർ ചെയ്യുകയും വേണം. ദെൻ ടു ചെക്ക് ദ ക്ലീനിങ് ദ ഗ്ലാസ് വെയർ. അപ്പം നമ്മൾ എന്ത് ചെയ്യണം, ഗ്ലാസ് വെയർസ് ഒക്കെ ക്ലീൻ ചെയ്തു കഴിഞ്ഞു, ഇനി അത് ക്ലീൻഡ് ആണോ നമ്മൾ എങ്ങനെ ചെക്ക് ചെയ്യുമെന്ന് വെച്ചാൽ, ഒബ്സർവ് ദ ഗ്ലാസ് സർഫസസ് ഫൈനൽ റിൻസ് വാട്ടർ ഡ്രെയിൻസ് ഓഫ്, അല്ലേ, വാട്ടർ ഡ്രെയിൻസ് ഓഫ് ചെയ്ത് കഴിഞ്ഞ് നമ്മൾ ഓട്ടോക്ലേവ് ഒക്കെ ചെയ്ത് ഡ്രൈ ചെയ്ത് കഴിഞ്ഞ ശേഷം നമ്മൾ നോക്കണം, ഒബ്സർവ് ചെയ്യണം എന്തെങ്കിലും പൊടിയോ അഴുക്കൊക്കെ ഉണ്ടാണ്. വാട്ടർ ഷുഡ് മൂവ് വിത്ത് എ ഷീറ്റിംഗ് ആക്ഷൻ ലീവിങ് എ തിൻ ഫിലിം ഓവർ ദ ഹോൾ സർഫസ്. If the film breaks up into droplets or the surface is unevenly wet, it means the piece is not clean. ഓക്കെ. അതിൽ നമ്മൾ നോർമലി നമ്മൾ കഴുകി വെക്കുമ്പം ഒരു ഷീറ്റിംഗ് ആക്ഷൻ ഉണ്ടെങ്കിൽ, തിൻ ഫിലിം ഓഫ് ഷീറ്റിംഗ് ആക്ഷൻ ഉണ്ടെങ്കിൽ, അല്ലേ, നമ്മളിങ്ങനെ കാണാൻ പറ്റും ചെറുതായിട്ട്, ചെറിയ ഷീറ്റിംഗ് ആക്ഷൻ കാണും, വെള്ളം വന്ന് ഉണങ്ങിയൊരു പാട് കാണും. ആ പാടുണ്ടെങ്കിൽ അത് ക്ലീൻ അല്ല എന്നതാണ്. Then the process can be made easy. Empty all glassware after the test. Rinse with water. Soak the solution of detergent. ഇപ്പോൾ ഏറ്റവും ക്ലീനസ്റ്റ് മെത്തേഡ്, ഏറ്റവും എളുപ്പമുള്ള മെത്തേഡ് എന്ന് പറയുന്നത്, ഏറ്റവും ഹെൽപ്ഫുൾ ആയിട്ടുള്ള മെത്തേഡ് എന്ന് പറയുന്നത്, ഓൾ ഗ്ലാസ് വെയേഴ്സും നമ്മൾ ഉപയോഗശേഷം പെട്ടെന്ന് തന്നെ എംറ്റി ആക്കണം. പിന്നെ ടാപ്പ് വാട്ടർ കൊണ്ട് റിൻസ് ചെയ്യണം. സോപ്പ് സൊല്യൂഷൻ മീൻസ് ഏതെങ്കിലും ഡിറ്റർജൻറ്റ് സൊല്യൂഷൻ, ഡിസിൻഫെക്റ്റൻറ്റ് സൊല്യൂഷനിൽ നമ്മൾ സോക്ക് ചെയ്ത് വെക്കണം. ഓക്കെ. നോർമലി ഈ പ്രോസസ്സാണ്. ഗ്ലാസ് വെയേഴ്സ് നമ്മൾ ഒരുപാട് ടെസ്റ്റ് ഒക്കെ കഴിഞ്ഞ് ബ്ലഡ് സ്മിയേഴ്സും എല്ലാം കാണും. എംറ്റി ആക്കണം, വേഗം എംറ്റി ആക്കണം. ദെൻ റിൻസ് വിത്ത് വാട്ടർ കൊണ്ട് റിൻസ് ചെയ്യണം. ഡിറ്റർജൻറ്റ് സൊല്യൂഷനിൽ സോക്ക് ചെയ്യണം. സോക്ക് ഇൻ ഡിറ്റർജൻറ്റ് സൊല്യൂഷൻ. വാഷ് തറലി. മെക്കാനിക്കൽ ഡിഷ് വാഷർ യൂസ് ചെയ്യാം, അല്ലെങ്കിൽ വാഷ് തറലി ബൈ ഹാൻഡ് വിത്ത് വാട്ടർ, അല്ലേ, മെക്കാനിക്കൽ ഡിഷ് വാഷറോ അല്ലെങ്കിൽ ഹാൻഡ് യൂസ് ചെയ്തിട്ട് വാഷ് ചെയ്യുകയും ചെയ്യാം. ഗ്ലൗസ് യൂസ് ചെയ്യണം. പിന്നെ ടാപ്പ് വാട്ടറിൽ വാഷ് ചെയ്യണം, ഡിയണൈസ്ഡ് ഡിസ്റ്റിൽഡ് വാട്ടറിൽ വാഷ് ചെയ്യണം, ഡ്രൈ ചെയ്യണം. ഓക്കെ. ഇതൊക്കെയാണ് മെയിൻ സ്റ്റെപ്പ്. ആദ്യം എംറ്റി ഇമ്മീഡിയറ്റ്ലി, റിൻസ് വിത്ത് വാട്ടർ, സോക്ക് ഇൻ ഡിറ്റർജൻറ്റ് സൊല്യൂഷൻ, വാഷ് തറലി, പിന്നെ മെക്കാനിക്കൽ ഡിഷ് വാഷേഴ്സ് യൂസ് ചെയ്യാം, അല്ലെങ്കിൽ ഹാൻഡ് വാഷിങ്ങും ചെയ്യാം. അതായത് സ്റ്റെപ്സിൽ വരുന്ന ഒരു മെക്കാനിക്കൽ ഡിഷ് വാഷർ ആണെങ്കിൽ പിന്നെ ടാപ്പ് വാട്ടറിൽ റിൻസ് ചെയ്യുക, പിന്നെ ഡിയണൈസ്ഡ് വാട്ടറിൽ കൊണ്ടുപോയിട്ട് ഒന്ന് ജസ്റ്റ് റിൻസ് ചെയ്യുക, ഡ്രൈ ചെയ്യുക. ഓക്കെ. സെൻസിറ്റീവ് ടെസ്റ്റസ് ഒക്കെ ആണെങ്കിൽ നമ്മൾ ഡിസ്പോസിബിൾ ടെസ്റ്റ് ട്യൂബ്സ് യൂസ് ചെയ്യണം. ഇനി ബേസിക് സ്റ്റെപ്സ് ഉണ്ട്, ക്ലീനിങ്ങിൻ്റെ കുറച്ച് ബേസിക് സ്റ്റെപ്സ് ഉണ്ട്. ജനറലി ഈസിയർ ടു ക്ലീൻ ഗ്ലാസ്വെയർ ഇഫ് ഡു നോട്ട് റൈറ്റ് വേ. ദെൻ നമ്മളിപ്പം ഏറ്റവും റൈറ്റ് വേയിൽ ചെയ്തില്ലെങ്കിൽ അതൊരു ഈസിയർ ആയിരിക്കത്തില്ല, അല്ലെ, ഗ്ലാസ്വെയർ ക്ലീനിങ് എന്ന് പറയുന്നത് ഈസിയർ ആയിരിക്കത്തില്ല. അപ്പം നമ്മളെപ്പോഴും ആ ചെയ്യേണ്ട കറക്റ്റ് പ്രോസസ് വഴി തന്നെ ചെയ്തു വരണം. ഡിറ്റർജൻറ്റ് ഈസ് യൂസ്ഡ്. ഇറ്റ് ക്യാൻ ബി കൊമേഴ്സ്യലി അവൈലബിൾ ആസ് ലിക്വിനോക്സ് ഓർ ആൽക്കോനോക്സ്. ഓക്കെ. ഇത് ലിക്വിനോക്സോ അല്ലെങ്കിൽ ആൽക്കോനോക്സ് ആയിട്ട് കൊമേഴ്സിൽ അവൈലബിൾ ചെയ്യുന്ന ഡിറ്റർജൻ്റ് ആണ് മെയിൻലി യൂസ് ചെയ്യേണ്ട. ഡിറ്റർജൻസിന് കുറച്ച് ക്രൈറ്റീരിയാസ് ഫോളോ ചെയ്യണം. മീൻസ് ഇറ്റ് ക്യാൻ ബി സോഫ്റ്റ് ഇൻ ദ ലോക്കൽ വാട്ടർ സപ്ലൈ. സോഫ്റ്റൻ ചെയ്യുന്നതായിരിക്കണം. മീൻസ് ഹാർഡ് വാട്ടർ ആണെങ്കിൽ അതിനെ സോഫ്റ്റൻ ചെയ്യുന്നതായിരിക്കണം. ഷുഡ് ബി ഏബിൾ ടു റിമൂവ് ഓർഗാനിക് മെറ്റീരിയൽ അറ്റ് എ ടെമ്പറേച്ചർ ഓഫ് 60 ഡിഗ്രി സെൽഷ്യസ്. 60 ഡിഗ്രി സെൽഷ്യസിൽ അതിൻ്റെ ഓർഗാനിക് സബ്സ്റ്റൻസ്, അതിനകത്ത് പ്രസൻ്റ് ആയിട്ടുള്ള ഓർഗാനിക് കമ്പോണൻസിനെ എല്ലാം തന്നെ റിമൂവ് ചെയ്യാൻ ക്യാപ്പബിൾ ആയിരിക്കണം. ഓക്കെ. ഇറ്റ് ഷുഡ് ഹാവ് ന്യൂട്രൽ pH ആഫ്റ്റർ റിൻസിങ് വിത്ത് വാട്ടർ കൊണ്ട് റിൻസ് ചെയ്താലും വാട്ടറിനൊരു ന്യൂട്രൽ pH 7 pH തന്നെ ആയിരിക്കണം. ആൽക്കലൈനോ ആസിഡിക് pHലോ പോകാൻ പാടില്ല. ഗ്ലാസ്വെയർ ഷുഡ് ബി ഫ്രീ ഫ്രം മൈക്രോബയോളജിക്കൽ ഓർഗാനിസംസ് ആഫ്റ്റർ ദ ഫോളോയിങ് റിൻസിങ്. റിൻസിങ് ശേഷം, ഡിറ്റർജൻറ്റ് യൂസ് ചെയ്ത് റിൻസ് ചെയ്ത ശേഷവും ഗ്ലാസ്വെയർസ് അതിനകത്ത് മൈക്രോബയോളജിക്കൽ കമ്പോണൻസ് ഒന്നും കാണാൻ പാടില്ല. ഫ്രീ ഓഫ് മൈക്രോബയോളജിക്കൽ കമ്പോണൻസ്. ഗ്ലാസ്വെയർസ് ആഫ്റ്റർ റിൻസിങ് ഷുഡ് ബി ഫ്രീ ഓഫ് ഓൾ ടൈപ്പ് ഓഫ് മൈക്രോബിയൽ കമ്പോണൻസ്. ദെൻ ഓക്കെ.
Much of the time, detergent and tap water is neither required nor desirable. Then you can rinse the glassware with the proper solvent. Okay. നമുക്ക് ആവശ്യത്തിന് ഇപ്പം ടാപ്പ് വാട്ടറൊന്നും കിട്ടിയില്ലെങ്കിൽ സോൾവെൻറ്റ് യൂസ് ചെയ്തിട്ട് ഏതെങ്കിലും സോൾവെൻറ്റ് ആൽക്കഹോളോ ഏതെങ്കിലും ഫീനോളോ സോൾവെൻറ്റ് യൂസ് ചെയ്തിട്ട് നമുക്ക് റിൻസ് ചെയ്യാം. ദെൻ ഫിനിഷ് അപ്പ് വിത്ത് കപ്പിൾ ഓഫ് റിൻസസ് വിത്ത് ഡിസ്റ്റിൽഡ് വാട്ടർ. എന്നിട്ട് കുറച്ച് ഡിസ്റ്റിൽഡ് വാട്ടർ യൂസ് ചെയ്ത് റിൻസ് ചെയ്ത് എടുക്കണം. എ ഫൈനൽ റിൻസ് ഫോളോസ് ദിസ് വിത്ത് ഡീഅയണൈസ്ഡ് വാട്ടർ. അവസാനം എന്താണ് ഒരു ഫൈനൽ റിൻസ് എന്ന് പറയുന്നത് ഡീഅയണൈസ്ഡ് വാട്ടർ കൊണ്ടായിരിക്കണം. എസ്പെഷ്യലി ഡിസ്റ്റിൽഡ് വാട്ടർ കൊണ്ട് ഡിസ്റ്റിൽഡ് വാട്ടർ ഡീഅയണൈസ്ഡ് ആയിട്ടുള്ള ഡിസ്റ്റിൽഡ് വാട്ടർ കൊണ്ടായിരിക്കണം അവസാനം നമ്മൾ റിൻസ് ചെയ്ത് എടുക്കേണ്ടത്.